സിവിൽ സർവീസിനെ തകർക്കുന്ന പിണറായി സർക്കാരിനെതിരെ കേരള NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ നയിക്കുന്ന നവജീവന യാത്രയ്ക്ക് മലപ്പുറത്ത് സ്വീകരണം നൽകി. സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടി AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർക്ക് വേണ്ടി കഴിഞ്ഞ 5 ബജറ്റിലും ഒരു തുകയും നീക്കിവെക്കാതെ 6ാമത്തെ ബജറ്റിൽ എല്ലാം ഉണ്ടെന്ന് പറയുകയാണ് പിണറായി സർക്കാരെന്നും ഭരണം നിലനിർത്താനുള്ള തന്ത്രമായിട്ടേ ജീവനക്കാർ പോലും ഇതിനെ കാണൂ എന്നും അനിൽകുമാർ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 6 തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കും. 5 വർഷം നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ് 6ാമത്തെ ബഡ്ജറ്റ് ഒരു കാരണവശാലും അത് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത ഉള്ള ഒരു ബഡ്ജറ്റ്. പുതിയ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് വരുന്നു ആ ഗവൺമെൻറ്റാണ് പിന്നീട് ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ആ ഇടക്കാല ബഡ്ജറ്റിലൂടെയാണ് പിന്നീട് കാര്യങ്ങൾ പറയുകയും അതുമായി ബന്ധപ്പെട്ട ആ വർഷത്തെ സാമ്പത്തിക വർഷത്തെ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. ജാഥ ക്യാപ്റ്റൻ AM ജാഫർ ഖാൻ, വൈസ് ക്യാപ്റ്റൻ AP സുനിൽ, മാനേജർ PP ബോബിൻ എന്നിവരെ MLA ആദരിച്ചു. സ്വീകരണ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സുനിൽ കാരക്കോട് അധ്യക്ഷനായിരുന്നു. INTUC ജില്ലാ പ്രസിഡന്റ് VP ഫിറോസ്, DCC സെക്രട്ടറിമാരായ PK നൌഫൽ ബാബു, MK മൂസിൻ, NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് സെലിക് P മോങ്ങം എന്നിവരും സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.